എടാ അർച്ചിത്തെ, നീ എന്താ ഇവിടെ? ഞാനിപ്പോ 2-3 കൊല്ലമായിട്ട് ഇവിടെ സെറ്റിൽഡ്. അല്ല ഇപ്പൊ എന്താ ഇവിടെ പരിപാടി? ഞാൻ അവിടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോയതാ. ഓ. മൂഞ്ചിരിക്കുന്നു. അല്ല നിന്നെ പറ്റി ലാസ്റ്റ് കേട്ട് നിന്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെയാണല്ലോ. അതെ, കല്യാണമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അതൊക്കെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങോട്ട് പോയതല്ലേ. അടിയും പരിപാടിയൊക്കെ അടിപ്പരോടെയൊക്കെ നിന്നടാ. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അതെല്ലാം നിന്ന്. ഇപ്പൊ ഒന്നുമില്ല, അങ്ങനെ പോന്നു. നീ എന്താ ഇവിടെ? ഞാൻ നാട്ടിലൊരു ബിസിനസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാ. ഇപ്പൊ പോയിട്ട് എന്താ പരിപാടി? അതിപ്പോൾ എൻ്റെ 2 പിള്ളേരുണ്ട് ഇവിടെ എൻ്റെ കമ്പനിയിൽ. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാൻ അതിൻ്റെ ഒക്കെ ഒരു. അല്ല, എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താ. നമുക്ക് പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. അത് അങ്ങനെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാ, എണീക്ക്, ബാ ബാ. നാട്ടിലെവിടെയാ? ഞാൻ മലപ്പുറം. നിങ്ങളോ? ഞാൻ ബേസിക്കലി ട്രിവാൻഡ്രം ആണ്, ബട്ട് ഐ വാസ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഹിയർ. ഓ, നിങ്ങൾ വർക്ക് ചെയ്യണോ? ആ, ഞാനിവിടെ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ചെറിയ ബിസിനസ്സാണ്. ഈ ടൈൽസിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ. ഓ, എന്നിട്ട് ബിസിനസ്സൊക്കെ എങ്ങനെ പോണു? ആ, കുഴപ്പമില്ല. എടാ അതേ ഇത് കഴിക്ക്. ഇന്നലെ ഇവിടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിൻ്റെയാ. എടാ വേണ്ടായിരുന്നു. നീ എന്തായാലും അതിന് ഫോർമാലിറ്റി പറയണേ, എടുത്ത് കഴിക്ക്. നിന്റെ പഴയ കണക്ഷൻസ് ഒക്കെ എന്താ പറയുന്നു? കണക്ഷൻസ് അല്ലേ, പഴയ പിള്ളേര് കോളേജിൽ പഠിച്ചവരൊക്കെ ആയിട്ട് പിന്നെ ആരായിട്ട് കണക്ട് ഒന്നുമില്ലടാ. കോളേജ് കഴിഞ്ഞതോടെ അതൊക്കെ അങ്ങ് നിന്ന്. അല്ല നമ്മുടെ സഹലൊക്കെ ഇപ്പോൾ. സഹലല്ലേ? സഹലിനെ പിന്നെ 1-2 തവണ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു. പിന്നെ ആരുമായിട്ടും പിന്നെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടാലായി. അല്ല, നിന്റെ പിള്ളേരൊക്കെ ആയിട്ട് ഇപ്പോഴും കമ്പനി ഉണ്ടോ? ഇപ്പോൾ ബിസിനസ് ആയിട്ട് ഫുള്ള് ബിസിയായി. ഹലോ ഹലോ ചേട്ടാ. ചേട്ടാ എവിടെയാ? ആ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇവിടെ വരെ വന്നതാ. ചേട്ടാ ഇവിടെ പൈസ പോയിട്ടുണ്ട്, വേഗം വരുമോ? ആ, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പം വരാം. ഓക്കെ ഓക്കെ. എടാ ഞാൻ കുറച്ച് തിരക്കുണ്ട്, ഞാനിപ്പോൾ ഇറങ്ങിയാലോ? അതെന്ത് വർത്താനാ, കുറച്ചേരം ഇരുന്നിട്ടൊക്കെ പോവാന്നേ. അല്ലടാ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ 2 പിള്ളേരോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എടാ ഇവിടെ കഴിയുകയാണ് ഇവിടെ. ആ ദേ അവിടെ ഉണ്ട്, വാ. എടാ എന്നാ ഇപ്പം ശരി, നീ പോയിട്ട് വാ, പിന്നെ എപ്പോഴും കാണാം. എടാ സോറി, നിന്റെ നമ്പർ ഒന്ന്. അല്ലെങ്കിൽ വേണ്ട, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്യും. ആ, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കണേ? അല്ല, അത് ആരാ? അതൊരു പഴയ ഫ്രണ്ടാ. നിന്റെ എല്ലാ ഫ്രണ്ട്സിനും എനിക്കറിയാം. ഇതിപ്പോ ആരാ പുതിയ ഒരാള്? And you lie to him that you don't meet Sahal much these days. അതെന്താ സംഭവം എന്ന് വെച്ചാല്, എൻ്റെ ഒക്കെ ഫസ്റ്റ് ഇയർ കോളേജിൽ കൂടെ പഠിച്ചതാ. ഞങ്ങൾ ഈ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ആൾക്കാർ എന്നെ സാധനം മോഷണം പോകാൻ തുടങ്ങി. എസ്പെഷ്യലി കയ്യിൽ ക്യാഷ് ക്യാരി ചെയ്യുന്നവരുടെ. ഈ ഇൻസിഡന്റ് തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ പിന്നെ എൻ്റെ കയ്യിലാണെന്ന് കാശില്ലാത്തോണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ നമ്മൾ അവസാനം ഇത് ഇൻസിഡന്റ് കുറെ തുടർന്നപ്പോൾ നമ്മൾ ഹോസ്റ്റൽ അതോറിറ്റീസിനെ അറിയിച്ചു. ഹോസ്റ്റൽ അതോറിറ്റീസിനെ അറിയിച്ചു കഴിഞ്ഞപ്പോഴും ഫസ്റ്റ് ഇയർ കഴിയാനായിട്ടും ആളെ പിടികിട്ടിയില്ല. ഏകദേശം ഇതേ സമയത്ത് ഇവൻ എഞ്ചിനീയറിംഗ് താല്പര്യമില്ല, വേറെ കോളേജിൽ പോവാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു. അപ്പൊ ഓക്കെ, അതിനുശേഷം ഇവനെ ഞാൻ കണ്ടിട്ടേ ഇല്ല അവനെ. പക്ഷെ ഒരു 2 കൊല്ലം കൂടി കഴിഞ്ഞപ്പോ ആ കോളേജിൽ പഠിക്കുന്ന എൻ്റെ വേറൊരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിഞ്ഞേ, ആ പോയ കോളേജിലും ഇതേ ഇഷ്യൂ ഇതേപോലെ തുടർന്നുകൊണ്ടുണ്ടായിരുന്നു. ഇവനാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ഉറപ്പിക്കാൻ പറ്റൂലായിരിക്കും, പക്ഷേ ഇവൻ ഞങ്ങളുടെ കോളേജ് വിട്ടുപോയിട്ട് ഈ ഇഷ്യൂ പിന്നെ ഉണ്ടായിട്ടേ ഇല്ല. ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കണ്ടിട്ട് ആളൊരു പാവാണല്ലോ. പറയാൻ പറ്റില്ല, ചിലപ്പോ ആളൊരു പാവായിരിക്കും, ചിലപ്പോ ഇതൊരു കോയിൻസിഡൻസ് ആയിരിക്കും.
പീപ്പിൾ ഡു ചേഞ്ച്. ഇവിടെ ഒന്നും കാണുന്നില്ല അമലേ. ഉറപ്പാണോ? എല്ലായിടത്തും നോക്കി. ബെഡിന്റെ അടിയിലോ ബാത്റൂമിലോ ഒക്കെ ഒന്ന് പോയി നോക്ക്. ഞാൻ അവിടെ ഒന്നും വെക്കാറില്ല. ഫ്രണ്ട് വരണതിന് മുമ്പാ തോന്നുന്നു ഞാൻ ബാത്റൂമിൽ അഴിച്ചു വെച്ചത്. അവനത് കഴിഞ്ഞ് ബാത്റൂമിൽ കയറില്ലായിരുന്നോ? നിന്റെ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്ക്. നമ്പർ നിലവിലില്ലാന്ന്. പോയില്ലേ?